നമ്മുടെ ചിന്തകൾ നമ്മുടെ അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? നമുക്കെല്ലാം പലതരത്തിലുള്ള ചിന്തകളുണ്ട്. ഈ ചിന്തകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് പോസിറ്റീവ് ചിന്തകളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളുണ്ട്. അപ്പം ഇതിൽ നമ്മളുടെ അസുഖങ്ങളെ കൂട്ടുന്ന തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തരം ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകൾ. അതായത് എല്ലാ മനുഷ്യർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ സമീപിക്കാം. പലരും ഒരു പ്രശ്നത്തിനെ സമീപിക്കുന്നത് എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു പോയല്ലോ, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടല്ലോ, ഇത്തരം ഒരു ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ, ലോകത്ത് വേറെ ആർക്കും ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ള തരം ചിന്തകളാണ് കൂടുതൽ ആളുകൾക്കും ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് തിങ്കിങ് ആണ്. ഈ തിങ്കിങ് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകുന്നുമില്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നം എന്തുകൊണ്ട് വന്നു, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, അതിനായിട്ട് നമുക്ക് ആരെങ്കിലും സമീപിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും വഴികളുണ്ടോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. ഒരുപക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടായേക്കാം. ഇനി പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതുകൊണ്ട് ശരീരത്തിൽ ഒരു തരത്തിലുള്ള കേടുകളും വരില്ല. ഈ നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനും നിലവിലുള്ള അസുഖങ്ങൾ വല്ലാതെ കൂടാനും ഉള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ തിങ്കിങ്ങുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നെഗറ്റീവ് സൈഡിലേക്കാണോ പോസിറ്റീവ് സൈഡിലേക്കാണോ എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. തിരിച്ചറിഞ്ഞ ശേഷം നമ്മളുടെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി നമ്മളുടെ ചിന്തകളെ പോസിറ്റീവ് സൈഡിലേക്ക് കേന്ദ്രീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക.